ഹായ് ഓൾ. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ. ആദ്യം തന്നെ ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതൊരു ഹെഗ് ഹോൾഡറാണ്. 6 മുട്ട ഇതിൽ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരു പെങ്കിൻ്റെ ഡിസൈനാണ്. ഇതങ്ങനെ വെച്ച് കൊടുക്കുക, അങ്ങനെ എടുക്കുകയും ചെയ്യാം കേട്ടോ. ഇത് ഇതിനേക്കാളൊക്കെ അപ്പുറം നമുക്ക് വെള്ളത്തിൽ എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കുന്നവരാകുമ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ തുള്ളി കളിച്ചിട്ട് എഗ്ഗ് പൊട്ടുമല്ലോ, അതില്ലാതെ ഇങ്ങനെ ഈ സ്റ്റാൻഡോട് കൂടി ഇറക്കി വെച്ചിട്ട് നമുക്ക് ബോയിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇത് അങ്ങനെ തന്നെ എടുത്ത് വെക്കുകയും ചെയ്യാം. അങ്ങനെ തന്നെ വേണമെങ്കിൽ സെർവ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ രാവിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ചായ ഉണ്ടാക്കുന്നുണ്ട്, മോന് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഒരു മട്ടൻ കറി ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനത്ര സ്പീഡിൽ ബന്ധപ്പെട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അങ്ങനെയല്ല കേട്ടോ. അത് 20-30 മിനിറ്റൊക്കെ ഉള്ള വീഡിയോ നമ്മൾ 3 മിനിറ്റൊക്കെ ആക്കുമ്പോൾ ചിലപ്പോൾ 2x-ലും 1.5x-ലൊക്കെ ഇട്ടാലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യണതാണ്. അല്ലാതെ ഞാൻ എല്ലാ കാര്യങ്ങളും നല്ല ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ചെയ്യുന്ന ആളാണ് കേട്ടോ. അങ്ങനെ ഓടിപ്പാഞ്ഞൊന്നും ചെയ്യണമെന്നല്ല, അതങ്ങനെ ഇടുന്നതുകൊണ്ട് തോന്നുന്നതാണ് കേട്ടോ. ഏതായാലും ഞാൻ അവരെ റിക്വസ്റ്റ് കണക്കിലെടുക്കും. അപ്പോൾ ഇതാ മട്ടൻ കറിക്ക് സബോള സ്ലൈസ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ഫുഡ് പ്രോസസ്സർ വാങ്ങിയതിൻ്റെ ശേഷം ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇതിലാട്ടോ ചെയ്യുക. നമ്മൾ സാധാരണ സ്ലൈസറിലൊക്കെ സബോള കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു സൈഡിലേക്ക് കൂടി കിടക്കണമായിട്ട് കാണാറുണ്ട് കേട്ടോ കറിയിൽ. പക്ഷേ ഇതിൽ കട്ട് ചെയ്യുമ്പോൾ കത്തി കൊണ്ട് കട്ടിങ് ബോർഡും കട്ട് ചെയ്ത അതേ ഒരു ലെവലിൽ നമുക്ക് കിട്ടും കേട്ടോ. അത് വലിയൊരു ഉപകാരമാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം, ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. ചില പ്രൊഡക്റ്റൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്ന മടി കൊണ്ട് യൂസ് ചെയ്യാതിരിക്കാറുണ്ട്. പക്ഷേ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് പൊടി കുഴക്കാനും എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ദാ ഞാൻ അടി കട്ടിയുള്ള നല്ലൊരു കുക്കർ തന്നെ വെച്ചിട്ടുണ്ട്. ഈ സബോള ഇതിലിട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വഴന്ന് വന്നതിന് ശേഷം 2 തക്കാളി, 3 പച്ചമുളക്, 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 2 ടീസ്പൂണ്, ഗരം മസാല ഇത്രയാണ് ചേർക്കണുള്ളൂ കേട്ടോ. ഇതിൽ മല്ലിയോ മഞ്ഞളോ ഒന്നും യൂസ് ചെയ്യൂല കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊന്ന് ഇളക്കി നല്ലോണം പച്ചമണം മാറിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടനും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു വിസിലടിച്ചതിന് ശേഷം ഒന്ന് സിമ്മിലാക്കി വെക്കാം. പിന്നെ ഒരു വിസിലും കൂടി അടിച്ചതിന് ശേഷം ഓഫ് ചെയ്തിട്ടിട്ട് സ്റ്റീം പൂർണ്ണമായിട്ടും പോയതിന് ശേഷം തുറക്കുക കേട്ടോ. നല്ല പാകത്തിനുള്ള വേവൊക്കെ ആയിട്ടുണ്ടാവും.